എടി ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചോട്ടെ, നിനക്ക് എന്റെ അടുത്ത് അല്പമെങ്കിലും സ്നേഹമുണ്ടോ? സ്നേഹമുണ്ടോ? കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ട് നിങ്ങൾക്ക് എന്നെ വിശ്വാസമായില്ലേ? 3 ദിവസമല്ലേ ആയുള്ളൂ. സ്നേഹമുണ്ടോ? എനിക്ക് സ്നേഹം ഉണ്ടെന്ന് അണ്ണനല്ലാതെ വേറെ ആരെടുത്തും എനിക്ക് സ്നേഹമില്ല. ഉള്ളി എന്ന് പറ. ഉള്ളി. എടി മനസ്സിൽ തട്ടി ഉള്ളി എന്ന് പറ. മനസ്സിൽ തട്ടി ഉള്ളി. ഓ അതല്ല എടി, ഉള്ളി തൊട്ട് സ്നേഹമാണെന്ന് പറ. ഉള്ളി തൊട്ടാ കരച്ചിലല്ലേ വരുള്ളൂ, സ്നേഹം വരൂലല്ലോ. മനസ്സിലായി? അതല്ല ഞാൻ കുറച്ചുകൂടെ വലിയ സംഭവം ഉദ്ദേശിച്ചത്. അപ്പൊ സവാള. നീ ചാടിക്കോ. ഞാൻ ഏട്ടാ, ഓ മക്കളെ കഴിക്ക്. എനിക്ക് വേണ്ട ചാക്കോ മാഷി. ചാക്കോ മാഷല്ല, ചോക്കോ ബാർ. എനിക്ക് വേണ്ട, എന്തായിരുന്നാലും എനിക്ക് വേണ്ട. ആരാ ചേട്ടാ ഇത്? ഇവനാണ് നമ്മളെ കുഴി ചാടിക്കുന്ന ചെറുക്കൻ. എങ്ങനെ? മറ്റേ ഒരുപാട് പേര് ചാടിച്ചിട്ടുണ്ട് ഇവിടെ. നിനക്ക് എന്നെ അറിയാവൂടാ? ഇല്ല. അണ്ണൻ അറിയാവൂടാ? ഇല്ല, ഇപ്പൊ പരിചയപ്പെട്ടതേ ഉള്ളൂ. പിന്നെ എന്തിനാ നീ ഞങ്ങളെ കുഴി ചാടിക്കാൻ കൊണ്ട് നടക്കുന്നത്? അതല്ല പറഞ്ഞേ, ഇതിന്റെ അകത്തുനിന്ന് ചാടിക്കുന്ന ട്രെയിനറാണ് ഞാൻ. ഇതെന്റെ വാശിയാണ്, എനിക്ക് കുഴി ചാടി നല്ല വൈറലാവണമെന്ന് വാശിയാണ്. എന്താണ് നിനക്കത്ര വാശി? എന്താടി കുഞ്ഞാനി കേക്കണം. പറ വല്യേച്ചി. വല്യേച്ചിയുടെ കുടുംബശ്രീയില് ഒരു ലതയെന്നും പറഞ്ഞ ഒരുത്തി ഉണ്ട്. ചക്രത്ത് അവര് പരിപാടി കാണാൻ പോയപ്പോഴത്തേക്ക് അവളൊരു ബക്കറ്റ് ഇരിക്കണ ഫോട്ടോ എടുത്തിട്ട് വൈറലായി. നീ എന്തിനാണ് ടെൻഷൻ അടിക്കാൻ? ഞാൻ നിനക്കൊരു ചരിവം മാറ്റിയല്ല, 4-5 ഫോട്ടോ ഇട്ട് വയറാണ്. ആ ബക്കറ്റ് അല്ലെന്ന്, പക്ഷെ ഈ ഉത്സവപ്പറമ്പൊക്കെ ഇങ്ങനെ അത് റെയ്ഡ്. അത് മറ്റേ റെയ്ഡെന്ന്. മണിക്ക് പോണ്ടേ? മണി 7:30ആയി. 7:30? ഇടി രാവിലെ 5:30 വീണ്ട, ഞാൻ 7:30ക്കാണോ വീണത്? അപ്പം ജയന്തി ജനത ഇന്നും താമസിച്ചു. അതാണോ നിങ്ങളുടെ പ്രശ്നം? ക്ഷമയുടെ നെല്ലിപ്പല കണ്ട് നിൽക്കാൻ ഞാൻ അവസാനമായിട്ട് ഞാൻ ചോദിക്കാം, നിങ്ങൾ ഇവിടുത്തെ താമസം മറന്നിട്ടോ ഇല്ല? എന്റെ പൊന്ന് രമ്യ, അങ്ങനെ ചാടിക്കേറി വീട് മാറാൻ പറ്റുമോ? അതെന്താ? ഇനി പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടിയ തറവാടാണ് ഇത്. പിന്നെ പാരമ്പര്യമായിട്ട് എന്ന് വെച്ചാൽ വരിക്കാശ്ശേരി മനയാണല്ലോ. എന്താ ഇപ്പൊ നിനക്കൊരു പുച്ഛം? എങ്ങനെ പുച്ഛിക്കാണ്ടിരിക്കും? കല്യാണം കഴിഞ്ഞിട്ടേ നിങ്ങൾ എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് വരുമ്പോ നിങ്ങൾ എന്തോന്ന് എന്നോട് പറഞ്ഞു? നിങ്ങൾ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലാണെന്ന് പറഞ്ഞോ? ഈ മകളിൽ കൂടെ പോണ എന്താടി? അത് ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യൻ റെയിൽവേ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലല്ലേ? എനിക്കിത് വേണം. ഇന്ത്യൻ റെയിൽവേ അത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. അതല്ലെന്ന്, എനിക്ക് ഈ അവസ്ഥ വേണമെന്ന്. എന്തോരം ചക്കന്മാർ എന്റെ പുറകെ വന്നതാ. അവസാനം നിങ്ങൾ എന്നെ വളച്ചെടുത്തോണ്ട് വന്നതല്ലേ? നിങ്ങൾ കേൾക്കണം. ഒരു ദിവസം ഞാൻ ബൈക്കേ പോവുക, ഇവളുടെ വീടിന്റെ അവിടെ ചെന്നപ്പോ തന്നെ റോഡ് ബ്ലോക്ക്. ഇവളാ മുറ്റത്തേക്ക് ഞാൻ ചോദിച്ചൊന്ന് വളച്ചോട്ടെ. തൊട്ടടുത്ത ഷോട്ട് എന്റെ ബൈക്കിന്റെ പുറകെ ഭാഗം നോക്കി ഇരിക്കുക. അങ്ങനെ വന്നവളാ ഞാൻ. കുഴപ്പമൊന്നുമില്ല, വായി കിടക്കുന്ന ചൂയിങ്കോന്ന് തുപ്പി കളയാനാ. കുറച്ചേരം ചവച്ചാ പിന്നെ മധുരയില്ല, അതാണ്. നിങ്ങൾ വന്ന പണി എടുക്കാൻ നോക്കുന്നുണ്ട്. അല്ല, ഇത് എന്തിനാ എന്നെ വിളിച്ചു പറഞ്ഞ എന്നാന്ന് സംഭവം പറഞ്ഞില്ല. എന്റെ പൊന്ന് ചേട്ടാ, ട്രെയിൻ പോകുമ്പോ വീഴാന്ന് ശ്രദ്ധിക്കണം. വാതിലിന്റെ അവിടെ പോയി നിൽക്കരുത്, തെന്നി വീഴും. അയ്യോ, ഓടുന്ന ട്രെയിനിന് വീഴുന്ന കാര്യമല്ല പറഞ്ഞു. പിന്നെ ഓടാത്ത ട്രെയിനിൽ എങ്ങനെ വീഴും? അതല്ലെന്ന്. പിന്നെ ഇതേ ഞങ്ങളുടെ വീടിന്റെ ആ സൈഡിൽ കൂടിയാണ് ട്രെയിൻ പോകുന്നത്. മേളിക്കടെ. അപ്പൊ ഞാനും ഭർത്താവ് ഈ കട്ടിലിൽ കിടക്കുമ്പോ ഇത് കുലുങ്ങി കുലുങ്ങി ഞങ്ങൾ രണ്ടുപേരും താഴെ വീഴാന്ന്. ഇതാര് വിശ്വസിക്കാനാണ്? ട്രെയിൻ പോകുമ്പോ കുലുങ്ങി താഴെ വീഴുന്ന് പറഞ്ഞാൽ ലോജിക്ക് പ്രശ്നമാണ് കേട്ടോ ഇതൊക്കെ. വിശ്വാസമില്ലേ? ഇല്ല. എന്നൊരു കാര്യം ചെയ്യും, ഇപ്പൊ ഒരു ട്രെയിൻ പോകാനുണ്ട്, ചേട്ടനാ കട്ടിൽ കയറി കിടന്നേ. ഈ കട്ടിൽ കയറി കിടക്കാൻ ഈ കട്ടിലെ തന്നെ കിടക്കണം. നിങ്ങൾക്ക് എന്നെ നിർബന്ധം എന്താണ്? അല്ല, അത് ഭാര്യയും ഭർത്താവൊക്കെ ആകുമ്പോ തേന വരച്ച് കഴിഞ്ഞെങ്കിൽ കാര്യം പറ. അല്ല, ഈ ഭാര്യയും ഭർത്താവല്ലേ, അപ്പൊ നാട്ടു നടപ്പൊക്കെ അനുസരിച്ച്. സഹോദരി, നാട്ടിൽ നടക്കുന്ന ഒരു പരിപാടി ഈ കട്ടിലെ നടക്കില്ല. അതിനുള്ള വീതിയില്ല ഈ കട്ടിൽ.